സ്റ്റീഫൻ ക്ലാസ്സസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ലിവിംഗ് വേൾഡ് എന്ന ചാപ്റ്ററിന്റെ ആദ്യ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇത് നിങ്ങളുടെ ആദ്യത്തെ ഓൺലൈൻ ക്ലാസ് ആയിരിക്കും. ലിവിംഗ് വേൾഡ് പാർട്ട് 1. ശരി, നമുക്ക് ലിവിംഗ് വേൾഡ് എന്ന ചാപ്റ്ററിന്റെ ഡിസ്കഷനിലേക്ക് കടക്കാം. ലിവിംഗ് വേൾഡ് എന്ന ഈ ചാപ്റ്ററിൽ പ്രധാനമായും ജീവനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് എന്താണ് ജീവൻ, വാട്ട് ഈസ് ലൈഫ് എന്നുള്ളതിനെ കുറിച്ച് കൂടുതലായി ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് ഈ ലിവിംഗ് വേൾഡ്. ലിവിംഗ് വേൾഡ് എന്നതിന്റെ മലയാളം നിങ്ങൾക്ക് അറിയാമല്ലോ, എന്താണ്? ജീവലോകം. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും ജീവൻ എന്ത് എന്ന ചോദ്യത്തിന് തന്നെയാണ് ഇവിടെ പ്രസക്തി. സോ അവർ ക്വസ്റ്റ്യൻ വിൽ ബി വാട്ട് ഈസ് ലൈഫ്? വാട്ട് ഈസ് ലൈഫ്? എന്താണ് ജീവൻ? ജീവൻ എന്ത് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരം? പറയൂ, എന്താണ് നിങ്ങളുടെ ഉത്തരം? പലരും പല ഉത്തരങ്ങളിലേക്ക് പോകുന്നുണ്ട്, പല കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ജീവൻ എന്താണ് എന്ന് ഒരു ഫിലോസഫറിനോടാണ് നമ്മൾ ചോദിക്കുന്നത്. ഒരു ഫിലോസഫറിനോട് നമ്മൾ, ഒരു തത്വചിന്തകനോട് നമ്മൾ എന്താണ് ജീവൻ എന്ന് ചോദിച്ചാൽ അദ്ദേഹം എങ്ങനെയാ സംസാരിക്കുക? അദ്ദേഹം പറയും, എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്, സോ ഫോർ വാട്ട് വി ആർ ലിവിംഗ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലൈഫ്. ഇതായിരിക്കും അദ്ദേഹത്തിന്റെ ആൻസറിൽ അദ്ദേഹം ഉൾക്കൊള്ളിക്കുക. സോ ഫിലോസഫിക്കൽ ഡെഫിനിഷൻ, തത്വചിന്താപരമായ ഒരു ജീവനുള്ള നിർവചനം എന്തായിരിക്കും? അതിലെപ്പോഴും പർപ്പസ് ഓഫ് ലൈഫ് എന്നതിന് ഊന്നൽ കൊടുക്കുന്നു. അതായത് ഡെഫിനിഷൻ ഫോർ ലൈഫ് ഇൻ എ ഫിലോസഫിക്കൽ വേ വിൽ ഓൾവേസ് സീക്ക് ദ ആൻസർ ടു പർപ്പസ് ഓഫ് ലൈഫ്. വാട്ട് അബൌട്ട് സയന്റിഫിക് ഡെഫിനിഷൻ? ഇതേ ചോദ്യം വാട്ട് ഈസ് ലൈഫ് എന്ന് നമ്മൾ ഒരു സയന്റിസ്റ്റിനോടാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ശാസ്ത്ര വിദ്യാർത്ഥിയോട്, ഒരു സയന്റിഫിക് സ്റ്റുഡന്റിനോട് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ഉത്തരം പറയും? അപ്പോൾ നിങ്ങൾ പറയും, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലിവിംഗ് ഓർഗാനിസം ആൻഡ് നോൺ ലിവിംഗ് തിങ്സ്? സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലിവിംഗ് ആൻഡ് നോൺ ലിവിംഗ്? ആ കാര്യത്തിലാണ് നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ഉത്തരം ഉൾക്കൊള്ളിക്കുക. അപ്പൊ അതുകൊണ്ട് സയന്റിഫിക് ഡെഫിനിഷൻ, അഥവാ അതിന് നമുക്ക് ഒരു ടെക്നിക്കൽ ഡെഫിനിഷനായി നമുക്ക് പരിഗണിക്കാം. ആ ഡെഫിനിഷനിൽ, ആ നിർവചനത്തിൽ, ജീവന്റെ നിർവചനത്തിൽ എപ്പോഴും നമ്മൾ ഊന്നൽ കൊടുക്കുക എന്തിനാണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ലിവിംഗ് ആൻഡ് നോൺ ലിവിംഗ്. സോ ജീവന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലൈഫ്, ജീവനുള്ളവയുടെ ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ കൂടുതൽ പഠിക്കുവാനായി പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാകും എന്താണ് ജീവനെന്ന്. ഓക്കെ, ജീവൻ എന്താണ് എന്നതിന്റെ ഉത്തരം നമുക്ക് എപ്പോൾ കിട്ടും? when we learn more about the characters of living. What are the characters of living? പറയാമോ? നിങ്ങൾക്ക് ഇവിടെ കാണാം, ലിവിംഗിന്റെ ക്യാരക്ടേഴ്സ് പ്രധാനമായും ഗ്രോത്ത്, റിപ്രൊഡക്ഷൻ, മെറ്റബോളിസം, സെല്ലുലാർ ഓർഗനൈസേഷൻ ആൻഡ് കോൺഷ്യസ്നെസ്. ഇവയാണ് പ്രധാനമായും ലിവിംഗ് ഓർഗാനിസത്തിന്റെ ക്യാരക്ടേഴ്സ്. ഇതിന് പുറമേയും ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, പക്ഷെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ഇവയാണ്. നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഏതൊക്കെയാണ്? ഗ്രോത്ത്, റിപ്രൊഡക്ഷൻ, മെറ്റബോളിസം, സെല്ലുലാർ ഓർഗനൈസേഷൻ ആൻഡ് കോൺഷ്യസ്നെസ്. ഈ ഓരോ ക്യാരക്ടറും അനലൈസ് ചെയ്യുകയാണ് ഈ ചാപ്റ്ററിൽ, ഈ ആദ്യ ഭാഗത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. വാട്ട് ഈസ് ഗ്രോത്ത്? ഗ്രോത്ത് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഗ്രോ ചെയ്യുന്നു എന്ന് എങ്ങനെ മനസ്സിലാക്കുന്നത്? പ്രധാനമായും വെയിറ്റ് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും നമ്മൾ ഗ്രോ ചെയ്യുന്നുണ്ടോ എന്ന്, അല്ലേ? ഏത് വ്യക്തിയും അങ്ങനെയാണ്. ഗ്രോ ചെയ്യുന്നു എന്ന് തിരിച്ചറിയുന്നത് എപ്പോഴും എങ്ങനെയാണ്? വെയിറ്റ് നോക്കിയാണ്. മാസ് ഇൻക്രീസ് ചെയ്താൽ അതിനെ ഗ്രോത്ത് ആയി നമുക്ക് കണക്കാക്കാം. അത് വലിയ ജീവികളുടെ കാര്യത്തിൽ അങ്ങനെയാണ്. എന്നാൽ യൂണിസെല്ലുലാർ ഓർഗാനിസംസ്, ഏകകോശ ജീവികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അങ്ങനെയാണോ? അല്ല. കാരണം അവയുടെ വെയിറ്റ് നോക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും സംസാരിക്കുക, അവ ഗ്രോ ചെയ്യുന്നത് സെൽ ഡിവിഷൻ മുഖേനയാണെന്നാണ് നമ്മൾ പറയുക. അമീബയെ നമുക്ക് സങ്കല്പിച്ചാൽ, അമീബയെ കുറിച്ച് പറയുമ്പോൾ when there is a cell division we can say that amoeba is growing. So unicellular organisms പരിഗണിക്കുമ്പോൾ അവ സെൽ ഡിവിഷൻ വഴിയാണ് ഗ്രോ ചെയ്യുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയുവാൻ സാധിക്കും. സോ
ഗ്രോ ചെയ്യുന്നത് സെൽ ഡിവിഷൻ മുഖേനയാണ്. അപ്പോൾ നമുക്ക് രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഗ്രോത്തിന് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതൊക്കെയാണ് ഗ്രോത്തിന്റെ ട്വിൻ ക്യാരക്ടേഴ്സ്? ഗ്രോത്ത് ഈസ് ഹാവിംഗ് ട്വിൻ ക്യാരക്ടേഴ്സ്. വാട്ട് ആർ ദേ? ഇൻക്രീസ് ഇൻ മാസ് ആൻഡ് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്. യൂണിസെല്ലുലാർ ഓർഗാനിസംസ്, ഏകകോശ ജീവികളെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ഈ കാര്യം പറയുന്നത്, അതായത് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന്. അപ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളിച്ച് നമുക്ക് പറയാൻ സാധിക്കും, ലിവിംഗ് ഓർഗാനിസംസ് ദേ വിൽ ഗ്രോ either by increase in mass or by increase in number of individuals. So what are the twin characters of growth? മറക്കരുത്, ഏതൊക്കെയാണ്? Increase in mass and increase in number of individuals. Now multicellular organisms, ഞാൻ പറഞ്ഞു ബഹുകോശ ജീവികൾ എപ്പോഴും ഗ്രോ ചെയ്യുന്നത് എങ്ങനെയാണ്? സെൽ ഡിവിഷൻ എന്ന പ്രക്രിയ മുഖേനയാണ്. ഇനി പ്ലാന്റ്സ് ഗ്രോ ചെയ്യുന്നതും ആനിമൽസ് ഗ്രോ ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എന്താണ് ആ വ്യത്യാസം? ഇൻ ദ കേസ് ഓഫ് പ്ലാന്റ്സ് ദേ വിൽ ഗ്രോ ത്രൂ ഔട്ട് ദെയർ ലൈഫ്. അവയുടെ ജീവകാലഘട്ടത്തിൽ മുഴുവനും ഗ്രോത്ത് എക്സിബിറ്റ് ചെയ്യുന്ന ജീവികളാണ് പ്ലാന്റ്സ്. Plants they will grow throughout their life, but in the case of animals they will grow only up to a certain age. ഒരു നിശ്ചിത പ്രായപരിധി വരെ മാത്രമാണ് ആനിമൽസ് ഗ്രോ ചെയ്യുക. മനുഷ്യരെ സംബന്ധിച്ച് അത് വ്യക്തമാണ് അല്ലേ? ഏത് ആനിമൽ നമ്മൾ നോക്കുകയാണെങ്കിലും ഒരു പ്രത്യേക വയസ്സ് വരെ മാത്രമാണ് ആനിമൽസ് ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ പ്ലാന്റ്സ് they will grow throughout their life, but in the case of animals they will grow up to a certain age. അടുത്തതായി ഗ്രോത്തിനെ കുറിച്ച് കൂടുതൽ അറിയാം. ഗ്രോത്ത് ഒരു ഡിഫൈനിങ് ക്യാരക്ടർ ആയി നമുക്ക് പരിഗണിക്കുവാൻ പറ്റില്ല. ഗ്രോത്തിനെ ഒരു ഡിഫൈനിങ് ക്യാരക്ടർ ആയി പരിഗണിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. എന്താണ് കാരണം? പ്രധാനമായും അതിന്റെ കാരണം നോൺ ലിവിംഗ് തിങ്സും അല്ലെങ്കിൽ നോൺ ലിവിംഗ് ഒബ്ജക്ട്സും ഗ്രോ ചെയ്യുന്നു എന്ന വാസ്തവം കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു എങ്ങനെയാണ് നോൺ ലിവിംഗ് തിങ്സ് ഗ്രോ ചെയ്യുന്നതെന്ന് അല്ലേ? നോൺ ലിവിംഗ് ആയിട്ടുള്ള വസ്തുക്കൾ എങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നത്? ജീവനില്ലാത്തവ എങ്ങനെ ഗ്രോ ചെയ്യുന്നു, എങ്ങനെ വളരുന്നു? അതിങ്ങനെയാണ്. പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് മൗണ്ടൻസ് ഗ്രോ ചെയ്യുന്നു അല്ലേ? ഇപ്പൊ എവറസ്റ്റ് കൊടുമുടിയെല്ലാം അതിന്റെ ഉയരം വർദ്ധിക്കുന്നതായി നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അതുപോലെ മരുഭൂമിയിലെ മണലാരണ്യത്തിൽ മണൽക്കുന്നുകൾ രൂപപ്പെടുന്നു. അവയും അവയുടെ വലിപ്പം വർദ്ധിക്കുന്നതായി, ഒരു കാറ്റടിക്കുമ്പോൾ അവയുടെ വലിപ്പം വർദ്ധിക്കുന്നതായി നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ അവിടെ ഗ്രോത്ത് നടക്കുന്നില്ലേ? ഇതുപോലെ വലിയ കല്ലുകൾ നമ്മൾ നോക്കുവാണെങ്കിൽ ആ വലിയ കല്ലുകൾക്ക് ഉപരിതലത്തിൽ പല വസ്തുക്കളും വന്ന് അടിഞ്ഞുകൂടി അവയുടെ ഭാരവും വർദ്ധിക്കുന്നു. അപ്പോൾ ജീവനില്ലാത്തവയുടെ ഭാരം വർദ്ധിക്കുന്നത് വഴി അവ ഗ്രോ ചെയ്യുന്നു. അപ്പോൾ ഭാരം വർദ്ധിക്കുന്നത്, ഇൻക്രീസ് ഇൻ മാസ് ഒരു മാനദണ്ഡമായി എടുക്കുകയാണെങ്കിൽ, ഭാരം വർദ്ധിക്കുന്നത് ഒരു മാനദണ്ഡമായി എടുക്കുകയാണെങ്കിൽ ജീവനില്ലാത്തവയും ഗ്രോ ചെയ്യുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. അതെ, നോൺ ലിവിംഗ് തിങ്സും ഗ്രോ ചെയ്യുന്നു. പക്ഷെ അത് ട്രൂ ഗ്രോത്ത് ആണോ? അത് ശരിയായ ഗ്രോത്ത് ആണോ? അല്ല. അപ്പോൾ നോൺ ലിവിംഗ് തിങ്സും ഗ്രോ ചെയ്യുന്നു എന്ന ആ ഒരു കാരണത്താലാണ്, അതായത് ഇൻക്രീസ് ഇൻ മാസ് ഒരു മാനദണ്ഡമായി എടുക്കുമ്പോൾ നോൺ ലിവിംഗ് തിങ്സും ഗ്രോ ചെയ്യുന്നു എന്ന കാരണത്താലാണ് നാം ഇങ്ങനെ പറയുന്നത്. അതായത് ഗ്രോത്ത് ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി അല്ല, ലിവിംഗ് ഓർഗാനിസത്തിന്റെ ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി അല്ല എന്ന് നമ്മൾ പലപ്പോഴും പറയുന്നത് കഴിഞ്ഞില്ല. ഇനി മറ്റൊരു കാര്യം, യഥാർത്ഥത്തിലുള്ള ഗ്രോത്ത് അപ്പോൾ എന്താണ്? ഒരു യഥാർത്ഥത്തിലുള്ള ഗ്രോത്ത് എന്ന് പറയുന്നത് അത് ജീവനുള്ളവയ്ക്ക് മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. ജീവനുള്ള വസ്തുക്കൾ ഗ്രോ ചെയ്യുന്നത് എങ്ങനെയാണ്? അവയ്ക്കുള്ളിൽ നിന്നാണ് എപ്പോഴും ഗ്രോത്ത് സംഭവിക്കുന്നത്. പ്രോട്ടോപ്ലാസ്മിക് സബ്സ്റ്റൻസ്, അതായത് ഒരു സെല്ലിനകത്തുള്ള ആ വസ്തു പ്രോട്ടോപ്ലാസ്മിക് സബ്സ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, വർദ്ധിക്കുമ്പോൾ മാത്രമാണ് അവിടെ ഗ്രോത്ത് സംഭവിക്കുന്നത്. അതായത് ലിവിംഗ് ഓർഗാനിസം ഗ്രോ ചെയ്യുന്നത് ഉള്ളിൽ നിന്നാണ്. നോൺ ലിവിംഗ് തിങ്സിൽ അങ്ങനെയല്ല. ദേ വിൽ ഗ്രോ ബൈ അക്യുമുലേഷൻ ഓഫ് മെറ്റീരിയൽ ഓൺ ദ സർഫസ്. അത് ട്രൂ ഗ്രോത്ത് അല്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ശരിയായ ഗ്രോത്ത് നടക്കുന്നത് എവിടെയാണ്? ലിവിംഗ് ഓർഗാനിസംസിലാണ്.
ആ ഗ്രോത്ത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഫ്രം ഇൻസൈഡ്, ഉള്ളിൽ നിന്നാണ് ആ ഗ്രോത്ത് സംഭവിക്കുന്നത്. വ്യക്തമായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ വീണ്ടും പറയുന്നു, ഗ്രോത്ത് ഒരു ഡിഫൈനിങ് ക്യാരക്ടർ അല്ല, ജീവജാലങ്ങളുടെ ഒരു ഡിഫൈനിങ് ക്യാരക്ടർ അല്ല ഗ്രോത്ത്. അടുത്തതായി റിപ്രൊഡക്ഷൻ. എന്താണ് റിപ്രൊഡക്ഷൻ എന്നതിന്റെ ശരിയായ ഒരു നിർവചനം, ഒരു ഡെഫിനിഷൻ? റിപ്രൊഡക്ഷൻ ഈസ് പ്രൊഡക്ഷൻ ഓഫ് പ്രോജനി, സന്തതികളെ ഉൽപ്പാദിപ്പിക്കുക. സന്തതി ഉൽപാദനമാണ് യഥാർത്ഥത്തിൽ റിപ്രൊഡക്ഷനിൽ സംഭവിക്കുന്നത്, അല്ലേ? എന്നാൽ ഈ സന്തതി പരമ്പരകൾക്കെല്ലാം അവയുടെ മാതാപിതാക്കളുടെ സ്വഭാവ സവിശേഷതകൾ ഉണ്ടായിരിക്കും, ഒരുപാട് സാമ്യതകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിൽ റിപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ സ്വഭാവ സവിശേഷതകളിൽ ഒരേ ഗുണത്തിലുള്ള സന്തതി പരമ്പരകളെ സൃഷ്ടിക്കലാണ് ഒരർത്ഥത്തിൽ റിപ്രൊഡക്ഷൻ. By reproduction we mean production of the progeny having characters similar to that of their parents. So reproduction is the production of progeny having similar characters of their or similar features of their parents. രണ്ട് തരത്തിലുള്ള റിപ്രൊഡക്ഷനെ കുറിച്ച് നിങ്ങൾ പഠിച്ചു കാണും, അല്ലേ? ഏതൊക്കെയാണ് രണ്ട് തരത്തിലുള്ള റിപ്രൊഡക്ഷൻ? ഒന്ന് അസെക്ഷൽ റിപ്രൊഡക്ഷൻ, മറ്റൊന്ന് സെക്ഷുവൽ വേ ഓഫ് റിപ്രൊഡക്ഷൻ. അസെക്ഷൽ റിപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ there is involvement of only one individual, only one parent is enough for asexual reproduction. But in the case of sexual reproduction there is involvement of two individuals. There will be a male individual and a female individual. രണ്ട് വ്യക്തികൾ കൂടിച്ചേർന്ന് റിപ്രൊഡക്ഷനിൽ ഇൻവോൾവ് ആവുമ്പോഴാണ് അതിനെ നമ്മൾ എന്ത് പറയുന്നത്? സെക്ഷുവൽ റിപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, അല്ലേ? മെയിൽ ഇൻഡിവിജ്വൽ മെയിൽ ഗമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഫീമെയിൽ ഇൻഡിവിജ്വൽ ആകട്ടെ ഫീമെയിൽ ഗമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഫ്യൂസ് ചെയ്യുന്നു. അത്തരത്തിലുള്ള റിപ്രൊഡക്ഷൻ ആണ് സെക്ഷുവൽ വേ ഓഫ് റിപ്രൊഡക്ഷൻ. നമ്മൾ ഇവിടെ ഈ ചാപ്റ്ററിൽ ഇവിടെ അസെക്ഷൽ റിപ്രൊഡക്ഷന്റെ പല ഉദാഹരണങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഏതെല്ലാം എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുക്കുന്നത്? വൺ ഈസ് ഇൻ ദ കേസ് ഓഫ് ഫഞ്ചൈ. ഫഞ്ചൈ ദേ റിപ്രൊഡ്യൂസ് ബൈ അസെക്ഷൽ സ്പോർസ്. അസെക്ഷൽ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. സ്പോർസ് എന്ന് പറഞ്ഞ ചെറിയ കണികകൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ആരുടെ ജോലി? ഫംഗസിന്റെ ജോലി. അങ്ങനെയാണ് അവർ റിപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സ്പോറിൽ നിന്നാണ് പുതിയ ഫംഗസുകൾ ഉണ്ടാകുന്നത്. എന്നാൽ ലോവർ ഓർഗാനിസംസ് ആയ ഈസ്റ്റ്, ഹൈഡ്ര, അവ എങ്ങനെയാണ് റിപ്രൊഡ്യൂസ് ചെയ്യുന്നത്? അവ റിപ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബഡിങ്. നിങ്ങൾ കേട്ട് കാണും ബഡിങ്ങിനെ കുറിച്ച്. ദാ അടുത്ത സ്ലൈഡിൽ നിങ്ങൾക്ക് ചിത്രങ്ങൾ കാണാം. ഇവിടെ കാണുന്നത് ഫംഗസ് ആണ്, അല്ലേ? സോ ഫംഗസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നാ പറഞ്ഞത്? സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ ഹൈഡ്രയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഹൈഡ്ര വിൽ പ്രൊഡ്യൂസ് പ്രോജനി ബൈ ബഡിങ്. ബഡിങ് എന്ന മെക്കാനിസം വഴി റിപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസമാണ് ഹൈഡ്ര. ഹൈഡ്രയുടെ ബഡിങ് ഇവിടെ നിങ്ങൾക്ക് വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു, അല്ലേ? ഇനി ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ട് കാണും. ഒരു തരത്തിലുള്ള ഏകകോശ ഫംഗസ് ആണ്, യൂണിസെല്ലുലാർ ഫംഗസ് ആണ് ഈസ്റ്റ്. ഈസ്റ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെയും ബഡിങ് എന്ന ഫിനോമിന, ബഡിങ് എന്ന പ്രതിഭാസം വഴിയാണ് അവിടെ ഒരു പ്രോജനി അവിടെ ഉണ്ടാകുന്നത്, അല്ലേ? അപ്പോൾ ഹൈഡ്രയിലും ഈസ്റ്റിലും ബഡിങ് ആണ് അസെക്ഷൽ റിപ്രൊഡക്ഷൻ. അതുപോലെ തന്നെ മറ്റു പല ഫംഗസുകളിലും സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് വഴിയാണ് റിപ്രൊഡക്ഷൻ സാധ്യമാകുന്നത്. ഇതെല്ലാം അസെക്ഷലി റിപ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി അടുത്ത അസെക്ഷൽ റിപ്രൊഡക്ഷനിലേക്ക് നമുക്ക് കടക്കാം. അസെക്ഷൽ റിപ്രൊഡക്ഷൻ ഇൻ ദ കേസ് ഓഫ് പ്ലനേറിയ. പ്ലനേറിയയെ സംബന്ധിച്ച് അസെക്ഷലി റിപ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഓർഗാനിസം ആണ്. എങ്ങനെയാണ് പ്ലനേറിയ റിപ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമുക്ക് ആ സ്ലൈഡ് ഒന്ന് കണ്ടുപോകാം. പ്ലനേറിയ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ചെറിയ ചെറിയ ഫ്രാഗ്മെന്റ്സ് രൂപപ്പെടുമ്പോൾ ഓരോ ചെറിയ ഫ്രാഗ്മെന്റിൽ നിന്നും എൻറ്റയർ ഓർഗാനിസം അവിടെ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കാണാം. കണ്ടോ? ചെറിയ ഒരു ഫ്രാഗ്മെന്റിൽ നിന്ന് മറ്റു ബോഡി പാർട്ട് അത് ഉണ്ടാക്കിയെടുത്ത് ഒരു പുതിയ ഒരു ഓർഗാനിസമായി മാറുന്നു. ഓരോ ചെറിയ ഫ്രാഗ്മെന്റിൽ നിന്നും പുതിയ ഒരു ഓർഗാനിസം ഇത്തരത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന പ്രക്രിയയെ എന്താണ് പേര് പറയുന്നത്? റീജനറേഷൻ. സോ പ്ലനേറിയ ഈസ് എക്സിബിറ്റിംഗ് റീജനറേഷൻ. ഫിലമെന്റസ് ആൽഗ ഗണത്തിൽ വരുന്നതാണ്. ഫിലമെന്റസ് ആൽഗയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഫ്രാഗ്മെന്റേഷൻ കാണുവാൻ സാധിക്കും. അതായത് ഓരോ ചെറിയ ഫ്രാഗ്മെന്റുകൾ രൂപപ്പെടുമ്പോഴും
ആ ഫ്രാഗ്മെന്റ് ഒരു ഓർഗാനിസമായി അവിടെ രൂപാന്തരപ്പെടുകയാണ്, ഒരു ഓർഗാനിസമായി അത് മാറുകയാണ്. അപ്പൊ അത്തരത്തിൽ റീജനറേഷൻ എക്സിബിറ്റ് ചെയ്യുന്ന പ്ലനേറിയ, ഫ്രാഗ്മെന്റേഷൻ എക്സിബിറ്റ് ചെയ്യുന്ന ഫിലമെന്റസ് ആൽഗി, ഈ രണ്ട് തരത്തിലുള്ള റിപ്രൊഡക്ഷനും എന്ത് തരം റിപ്രൊഡക്ഷൻ ആണ്? എ സെക്ഷുവൽ വേ ഓഫ് റിപ്രൊഡക്ഷൻ ആണ്. നമുക്ക് ആ പഴയ സ്ലൈഡിലേക്ക് പോകാം. ഇവിടെ പ്ലനേറിയ ഈസ് പെർഫോമിംഗ് റീജനറേഷൻ. Okay, planaria is commonly known as flatworm. Then fungi like filamentous algae, they have the ability for fragmentation or protonema of mosses. They also exhibit fragmentation. ഇനി മറ്റൊരു പോയിന്റിലേക്കാണ് നമ്മൾ വരുന്നത്. അതായത് ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം ആയ അമീബയെ നമ്മൾ ഒന്ന് ഒബ്സർവ് ചെയ്യൂ. ഇതാ അമീബയുടെ ബൈനറി ഫിഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, അല്ലേ? അമീബ ഡിവൈഡ് ചെയ്യുന്നു. അമീബ ഇപ്രകാരത്തിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ, അമീബ ബൈനറി ഫിഷൻ എക്സിബിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിനെ ചിലർ പറയും ഗ്രോത്ത് എന്ന്, മറ്റു ചിലർ പറയും ഇതാ റിപ്രൊഡക്ഷൻ നടക്കുന്നുവെന്ന്. അതായത് ഈ പ്രതിഭാസത്തെ നമുക്ക് രണ്ടും വിളിക്കാം, ഗ്രോത്ത് എന്നും വിളിക്കാം, റിപ്രൊഡക്ഷൻ എന്നും വിളിക്കാം. അതായത് ഒരേ പ്രതിഭാസം അതിനെ രണ്ട് പേരിൽ നമുക്ക് പ്രതിപാദിക്കാം. അതിനെ ഗ്രോത്ത് ആയും പരിഗണിക്കാം, റിപ്രൊഡക്ഷൻ ആയും പരിഗണിക്കാം. അതായത് ഗ്രോത്ത് ആൻഡ് റിപ്രൊഡക്ഷൻ ഈസ് സിനോണിമസ്. സിനോണിമസ് എന്ന് പറഞ്ഞാൽ ഒരേ അർത്ഥമുള്ളത് എന്നർത്ഥം, അല്ലേ? അതായത് ഗ്രോത്ത് ആൻഡ് റിപ്രൊഡക്ഷൻ ആർ സിനോണിമസ് ഓർ മ്യൂച്വലി ഇൻക്ലൂസീവ് ഇവന്റ്സ് ഇൻ ദ കേസ് ഓഫ് യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. എന്താണ് മ്യൂച്വലി ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞാൽ? അതായത് ഒന്നിനുള്ളിൽ മറ്റൊന്നുണ്ട്. ഈ ഗ്രോത്തിനകത്ത് റിപ്രൊഡക്ഷൻ ഉണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ ഈ റിപ്രൊഡക്ഷനകത്ത് ഗ്രോത്ത് ഉണ്ടെന്നും പറയാം. അതായത് ഒരേ പ്രതിഭാസത്തിനകത്ത്, അല്ലേ, ഗ്രോത്തിൽ റിപ്രൊഡക്ഷനും അതുപോലെ തന്നെ റിപ്രൊഡക്ഷനിൽ ഗ്രോത്തുമുള്ള ബൈനറി ഫിഷൻ എന്ന ആ ഒരു പ്രതിഭാസത്തിനകത്ത് രണ്ടും ഉൾപ്പെടുന്നു എന്ന അർത്ഥം ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറയുന്നത്. അതായത് ഗ്രോത്ത് ആൻഡ് റിപ്രൊഡക്ഷൻ ആർ മ്യൂച്വലി ഇൻക്ലൂസീവ് ഇവന്റ്സ് ഇൻ ദ കേസ് ഓഫ് യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. പിടികിട്ടിയോ? ഏകകോശ ജീവികളെ സംബന്ധിച്ച് ഗ്രോത്തും റിപ്രൊഡക്ഷനും മ്യൂച്വലി ഇൻക്ലൂസീവ് ആണ്. അതായത് പരസ്പരം അത് ഒന്ന് തന്നെയാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരേ പ്രതിഭാസം തന്നെയാണ് അവയ്ക്ക് ഗ്രോത്തും റിപ്രൊഡക്ഷനും എന്ന് ചുരുക്കം. മറ്റൊരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരികയാണ്. നിങ്ങൾക്ക് ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡ്സ് എന്താണെന്ന് അറിയാമോ? എന്താണ് ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ? രണ്ട് ഡിഫറെന്റ് സ്പീഷീസ് തമ്മിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോജനിയെ വിളിക്കുന്ന പേരാണ് ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡ്. സാധാരണ നിലയിൽ ഒരു സ്പീഷീസിനുള്ളിൽ തന്നെയാണ് റിപ്രൊഡക്ഷൻ നടക്കാറ്, അല്ലേ? എന്നാൽ വ്യത്യസ്ത സ്പീഷീസ് തമ്മിൽ പരസ്പരം റിപ്രൊഡ്യൂസ് ചെയ്ത് ഒരു പ്രോജനി അവിടെ ഉണ്ടാവുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഹൈബ്രിഡിനെ പറയുന്ന പേരാണ് ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡ്. അങ്ങനെയല്ലേ? നിങ്ങൾക്കറിയാം, ഹോഴ്സസ് അവ തമ്മിൽ റിപ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിൾ ആണ്. ഡോങ്കീസ് അവ തമ്മിൽ റിപ്രൊഡ്യൂസ് ചെയ്യുവാൻ കേപ്പബിൾ ആണ്. എന്നാൽ ഒരു മെയിൽ ഹോഴ്സും ഒരു ഫീമെയിൽ ഡോങ്കിയും തമ്മിൽ ക്രോസ് ചെയ്താൽ, അവരെ ഒരേ കേജിനകത്ത് ഒരേ ക്യാപ്റ്റിവിറ്റിയിൽ അവരെ ബ്രീഡ് ചെയ്യാൻ അനുവദിച്ചാൽ അവിടെ നമുക്ക് ലഭ്യമാകുന്ന ഒരു ഓർഗാനിസം ഉണ്ട്. എന്താണ് അതിന്റെ പേര്? ഹിന്നി. അപ്പൊ മെയിൽ ഹോഴ്സും ഫീമെയിൽ ഡോങ്കിയും ക്രോസ് ചെയ്താൽ കിട്ടുന്ന ഒന്നാണ് ഏത്? ഹിന്നി. അതുപോലെ തന്നെ നേരെ തിരിച്ച് മെയിൽ ഡോങ്കി ആൻഡ് ഫീമെയിൽ ഹോഴ്സ് ലഭ്യമാകുന്ന ഓർഗാനിസത്തിന്റെ പേരാണ് മ്യൂൾ. ഇവിടെ ഏതാ? ഹിന്നിയും മ്യൂളും ഇവിടെ കൊടുത്തിരിക്കുന്നു. അതായത് ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് ഡിഫറെന്റ് സ്പീഷീസ് തമ്മിൽ ക്രോസ് ചെയ്ത് ലഭ്യമാകുന്ന ഒരു ജീവിയാണ്. അവയ്ക്ക് ആ രണ്ട് സ്പീഷീസിന്റെയും ഗുണങ്ങൾ ഉണ്ടായിരിക്കും. ഇനി ഇവിടെ ഇത് പറയുവാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡ് എപ്പോഴും സ്റ്റെറൈൽ ആയിരിക്കും. എന്താണ് സ്റ്റെറൈൽ എന്ന വാക്കിന്റെ അർത്ഥം? നോട്ട് കേപ്പബിൾ ഓഫ് റിപ്രൊഡക്ഷൻ. Interspecific hybrids are sterile or they are not capable of reproduction. Even though they are living, ഇപ്പൊ ഹിന്നി ആയാലും മ്യൂൾ ആയാലും അവര് ലിവിംഗ് ആണ്, അല്ലേ? അവയ്ക്ക് ജീവനുണ്ട്. പക്ഷെ ജീവൻ ഉണ്ടെങ്കിലും അവയ്ക്ക് റിപ്രൊഡ്യൂസ് ചെയ്യുവാൻ കഴിയില്ല. അപ്പോൾ റിപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാത്ത സ്റ്റെറൈൽ
സ്റ്റെറൈൽ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡ്സ്. നമുക്കിനി അടുത്ത ഇത്തരത്തില് സ്റ്റെറൈൽ ആയിട്ടുള്ള ഓർഗാനിസംസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്ന ഹണിബി കോളനിയില് വർക്കേഴ്സ് ഉണ്ട് അല്ലെ. ഈ വർക്കേഴ്സ് എന്ന് പറഞ്ഞ ആ ഒരു ഗണത്തിൽ വരുന്ന ഹണിബി ഒരിക്കലും റിപ്രൊഡ്യൂസ് ചെയ്യില്ല. അവയ്ക്ക് വീണ്ടും ഒരു പ്രോജനി ഉണ്ടാക്കാനുള്ള കഴിവ് ഇല്ല. അതുപോലെ തന്നെ മനുഷ്യരുടെ ഇടയിൽ ഇൻഫെർട്ടൈൽ കപ്പിൾസ് ഉണ്ട് അല്ലെ. ചില കപ്പിൾസ് അവർക്ക് റിപ്രൊഡ്യൂസ് ചെയ്യുവാനായിട്ട് കഴിയില്ല, അവർക്ക് കുട്ടികൾ ഉണ്ടാകുവാനായിട്ട് സാധ്യമല്ല. അപ്പോൾ അവരെ നമ്മൾ എന്ത് വിളിക്കും? അവര് ഇൻഫെർട്ടൈൽ കപ്പിൾസ് എന്നാണ് അവരെ വിളിക്കുക. അതായത് ജീവനുള്ള എല്ലാ ഓർഗാനിസംസും റിപ്രൊഡ്യൂസ് ചെയ്യണം എന്ന് നിർബന്ധം പറയുവാൻ നമുക്ക് സാധിക്കില്ല. പല ജീവനുള്ളവരും റിപ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുന്നുണ്ട്. അതിന് ഉദാഹരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡ്സ്, അതുപോലെ തന്നെ വർക്കർ ബീസ്, അതുപോലെ ഇൻഫെർട്ടൈൽ കപ്പിൾസ്. അതായത് റിപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ അതെല്ലാ ജീവജാലങ്ങളെയും ഉൾപ്പെടുത്തി പറയാവുന്ന ഒരു ക്യാരക്ടർ അല്ല എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. എല്ലാ ജീവജാലങ്ങളും റിപ്രൊഡ്യൂസ് ചെയ്യണം എന്ന് നമുക്ക് നിർബന്ധം പറയുവാൻ സാധിക്കില്ല. ജീവൻ ഉണ്ടായിട്ടും റിപ്രൊഡ്യൂസ് ചെയ്യാത്തവരുണ്ട്. അതുകൊണ്ട് റിപ്രൊഡക്ഷൻ cannot be considered as an all-inclusive defining character of living organisms. Reproduction cannot be considered as an all-inclusive defining character of living organisms. ജീവനുള്ളവയുടെ പൊതുവെയുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തിയുള്ള ഒരു സ്വഭാവ സവിശേഷതയായി റിപ്രൊഡക്ഷനെ നമുക്ക് പരിഗണിക്കുവാൻ സാധിക്കില്ല. കാരണം റിപ്രൊഡ്യൂസ് ചെയ്യുവാൻ സാധിക്കാത്ത ജീവനുള്ളവ ഉണ്ട്. അതാണ് അതിന് കാരണം. പിടികിട്ടിയോ? ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മെറ്റാബോളിസം. ജീവനുള്ളവയുടെ അടുത്ത ഇമ്പോർട്ടന്റ് ഫീച്ചറാണ് മെറ്റാബോളിസം. നിങ്ങൾക്കറിയാം, എല്ലാ ജീവജാലങ്ങളും ജീവനുള്ളവയെല്ലാം പലതരത്തിലുള്ള കെമിക്കൽസ് കൊണ്ടാണ് അവയുടെ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഈ കെമിക്കൽസിന് എന്താ സംഭവിക്കുന്നത്? അവ നിരന്തരം പല രൂപമാറ്റങ്ങളും സംഭവിക്കുന്നു. ഈ രൂപമാറ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഒരുപാട് റിയാക്ഷൻസ്, ഒരുപാട് രാസപ്രക്രിയകൾ ഓരോ കോശങ്ങളിലും നടക്കുന്നു. ഈ രാസപ്രക്രിയകളെ ചുരുക്കത്തിൽ നമുക്ക് എന്ത് വിളിക്കാം? മെറ്റാബോളിസം എന്ന് പറയാം. അതായത് the sum total of all the reactions, all the chemical reactions occurring in our body is called metabolism. ഒരു സെല്ലിനകത്ത് ഒരുപാട് റിയാക്ഷൻസ് നടക്കുന്നു അല്ലേ? സെല്ലിൽ നിന്ന് പുറത്തു നിന്ന് പല കെമിക്കൽസ് അകത്തേക്ക് പ്രവേശിക്കുന്നു. സെല്ലിനകത്ത് വെച്ച് ഈ കെമിക്കൽസിന് പല രൂപമാറ്റങ്ങളും സംഭവിക്കുന്നു. ഇത്തരത്തിലുള്ള രൂപമാറ്റങ്ങളാണ് അവയുടെ നിലനിൽപ്പിന് ആധാരം. ഏത് ജീവജാലങ്ങൾക്കുള്ളിലും ഒരുപാട് റിയാക്ഷൻസ് ഇപ്രകാരം നടക്കണം. മെറ്റബോളിസം ഇല്ലാതെ ഒരു ജീവിക്കും നിലനിൽപ്പില്ല. ഓൾ ലിവിംഗ് ഓർഗാനിസംസ് ദേ പെർഫോം മെറ്റബോളിസം. നമ്മൾ മലയാളത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങൾ എന്നാണ് ഈ മെറ്റാബോളിസത്തെ വിളിക്കുന്നത്. അടുത്തതായി മെറ്റാബോളിസം അത് രണ്ടായി നമുക്ക് പരിഗണിക്കാം. മെറ്റാബോളിസം ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു ആനബോളിസം ആൻഡ് കാറ്റബോളിസം. എന്താണ് ആനബോളിസം, കാറ്റബോളിസം? ആനബോളിസം എന്ന് പറഞ്ഞാൽ അത് കൺസ്ട്രക്റ്റീവ് റിയാക്ഷൻസ് ആണ്, ഉപചയ പ്രവർത്തനങ്ങളാണ് ആനബോളിസം. കൺസ്ട്രക്റ്റീവ് റിയാക്ഷൻസ്, പുതിയ മോളിക്യൂൾസ് ഫോം ചെയ്യുന്ന റിയാക്ഷൻസ് ആകുമ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്? ആനബോളിക് റിയാക്ഷൻസ് അല്ലെങ്കിൽ ആനബോളിസം എന്ന് പറയുന്നത്. എന്നാൽ കാറ്റബോളിസം അങ്ങനെയല്ല. കാറ്റബോളിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ ഡിസ്ട്രക്റ്റീവ് റിയാക്ഷൻസ്. അതായത് ഒരു മോളിക്യൂൾ സ്പ്ലിറ്റ് ചെയ്ത് 2 മോളിക്യൂളോ 3 മോളിക്യൂളോ ഒക്കെ ആയിട്ട് മാറ്റപ്പെടുമ്പോഴാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്? ഡിസ്ട്രക്റ്റീവ് റിയാക്ഷൻസ് അഥവാ കാറ്റബോളിക് റിയാക്ഷൻസ് അല്ലെങ്കിൽ കാറ്റബോളിസം എന്ന് പറയുന്നത്. എനർജി കൺസ്യൂം ചെയ്യുന്ന, എനർജി കൊടുക്കണം റിയാക്ഷൻ നടക്കണമെങ്കിൽ, അത്തരത്തിലുള്ള റിയാക്ഷൻസ് ആണ് ആനബോളിക് റിയാക്ഷൻസ്. ദേ ആർ എനർജി കൺസ്യൂമിങ് റിയാക്ഷൻസ്. എനർജി കൺസ്യൂം ചെയ്യും, എനർജി നമ്മൾ അങ്ങോട്ട് കൊടുക്കണം, എന്നാലേ റിയാക്ഷൻ നടക്കുകയുള്ളൂ. എന്നാൽ കാറ്റബോളിക് റിയാക്ഷൻസ് അങ്ങനെയല്ല. എനർജി ഈൽഡിങ് റിയാക്ഷൻസ് ആണ്, അല്ലെങ്കിൽ എനർജി റിലീസിംഗ് ആയിട്ടുള്ള, പ്രൊഡ്യൂസിംഗ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് കാറ്റബോളിക് റിയാക്ഷൻസ്.
Clear? So metabolism can be divided into anabolism and catabolism. Anabolism is building up process or constructive process, but breakdown process or destructive processes ആണ് എപ്പോഴും ഇത് കാറ്റബോളിക് റിയാക്ഷൻസ്. എനർജി കൺസ്യൂം ചെയ്യുന്നതാണ് anabolic reactions, energy liberate ചെയ്യുന്നതാണ്, energy yielding ആണ് catabolic reactions. Is it clear? Yes. Now all the living organisms are capable of metabolism, or metabolic reactions will occur in all living organisms without exception. ഒരു ഒഴിവ് കഴിവുമില്ലാതെ എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ള ഒരു ക്യാരക്ടറാണ് മെറ്റബോളിസം. മെറ്റബോളിസം ഇല്ലാതെ നിലനിൽപ്പില്ല. കെമിക്കൽ റിയാക്ഷൻസ് ഇപ്രകാരം നടക്കാതെ ഒരു ജീവിക്കും മുന്നോട്ട് പോകുക സാധ്യമല്ല. എപ്പോഴാണോ മെറ്റബോളിക് റിയാക്ഷൻസ് അവസാനിക്കുന്നത്, അത് മരണമാണ്. അവിടെ വെച്ച് ആ സെൽ ഡെഡ് ആകുന്നു, ആ ഓർഗാനിസം ഡെഡ് കണ്ടീഷനിലേക്ക് രൂപമാറ്റപ്പെടുന്നു. റിയാക്ഷൻസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ചില റിയാക്ഷൻസ് ടെസ്റ്റ് ട്യൂബിനകത്ത് അല്ലെങ്കിൽ ലബോറട്ടറി കണ്ടീഷൻസിലും നടക്കുന്നുണ്ട്, അല്ലേ? തീർച്ചയായും ലബോറട്ടറി കണ്ടീഷൻസിൽ നടക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തില് ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് നടക്കുന്ന റിയാക്ഷൻസിനെ പറയുന്നത് ഇൻവിട്രോ റിയാക്ഷൻസ് എന്നാണ് പറയാ. എന്താ പറയാ? ഇൻവിട്രോ റിയാക്ഷൻസ് എന്നാണ് പറയുന്നത്. ടെസ്റ്റ് ട്യൂബിനകത്ത് അല്ലെങ്കിൽ ലബോറട്ടറി കണ്ടീഷൻസിനകത്ത് നടക്കുന്ന റിയാക്ഷൻസിനെ. ഇത്തരത്തിലുള്ള റിയാക്ഷൻസ് അത് ലിവിംഗ് റിയാക്ഷൻസ് ആയിരിക്കാം. എല്ലാ ലിവിംഗ് റിയാക്ഷൻസും ഇത്തരത്തിൽ നമുക്ക് ടെസ്റ്റ് ട്യൂബിനകത്ത് സംഘടിപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. പക്ഷേ ഒരിക്കലും അതൊരു ലിവിംഗ് സിസ്റ്റമായി മാറ്റപ്പെടുന്നില്ല. ശരിയല്ലേ? ഒരു ടെസ്റ്റ് ട്യൂബിനെ നമുക്ക് ഒരു ലിവിംഗ് തിങ് ആയി പറയാൻ പറ്റുമോ? ഇതിനകത്ത് മെറ്റബോളിക് റിയാക്ഷൻസ് അല്ലെങ്കിൽ ലിവിംഗ് റിയാക്ഷൻസ് നടന്നു എന്ന് കരുതി അതിനെ നമുക്ക് ഒരു ലിവിംഗ് തിങ് ആയി നമുക്ക് പരിഗണിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അതായത് മെറ്റബോളിസം എന്ന ആ ഒരു ക്യാരക്ടർ, അത് ഒരു ഡിഫൈനിങ് ക്യാരക്ടറായി നമ്മൾ പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, സെല്ലുലാർ ഓർഗനൈസേഷൻ കൂടി അവിടെ പരിഗണിക്കണം എന്നുള്ളത്. അതായത് സെല്ലിനകത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള ലിവിംഗ് റിയാക്ഷൻസിനെയാണ് നമുക്ക് മെറ്റബോളിസമായി ഒരു ട്രൂ മെറ്റബോളിക് റിയാക്ഷനായി പരിഗണിക്കാൻ സാധിക്കൂ. അപ്പോൾ തന്നെയാണ് നമുക്ക് അവയെ ലിവിംഗ് തിങ് ആയി പരിഗണിക്കുവാൻ സാധിക്കുക. സോ ഐസൊലേറ്റഡ് മെറ്റബോളിക് റിയാക്ഷൻസ് in laboratory condition, it is not a living thing, but they are truly living reactions. ഇപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി വളരെ പുരോഗമിച്ചിരിക്കുന്നു. ലിവിംഗ് റിയാക്ഷൻസ് നമുക്ക് ലബോറട്ടറിയിൽ നമുക്ക് നടത്താം എന്ന് വെച്ച് ആ ലബോറട്ടറി അല്ലെങ്കിൽ ആ റിയാക്ഷൻ നടന്ന ആ ഒരു എക്യുപ്മെന്റ് നമുക്ക് ഒരിക്കലും ലിവിംഗ് തിങ് ആയി നമുക്ക് പരിഗണിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. ലിവിംഗ് റിയാക്ഷൻസ് ആണ് തീർച്ച, പക്ഷേ അത് ലിവിംഗ് ഓർഗാനിസമായി നമുക്ക് പരിഗണിക്കുവാൻ സാധിക്കില്ല. അപ്പോൾ മെറ്റബോളിസം, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ഇറ്റ് ഈസ് ട്രൂലി എ ഡിഫൈനിങ് ഫീച്ചർ ഓഫ് ഓൾ ലിവിംഗ് ഓർഗാനിസംസ് വിതൗട്ട് എക്സെപ്ഷൻ. അതൊരു പ്ലാന്റ് ആയാലും ആനിമൽ ആയാലും, ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം ആയാലും ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആയാലും, ഏകകോശ ജീവി ആയാലും ബഹുകോശ ജീവി ആയാലും, പ്ലാന്റ് ആയാലും ആനിമൽ ആയാലും, ആരിലും കാണുന്ന ഒരു ക്യാരക്ടറാണ് മെറ്റബോളിസം. മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് നമുക്ക് കടക്കാം. ഇത് അടുത്ത ക്യാരക്ടറാണ്. ലിവിംഗ് ഓർഗാനിസംസ് എല്ലാം എക്സിബിറ്റ് ചെയ്യുന്ന ഒരു സവിശേഷമായ ഒരു ക്യാരക്ടറാണ് കോൺഷ്യസ്നെസ്. എന്താണ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ? എനിക്കും നിങ്ങൾക്കും എല്ലാം കോൺഷ്യസ്നെസ് ഉണ്ട്, സംശയമില്ല, അല്ലേ? അതുകൊണ്ടാണ് നിങ്ങൾ ഈ ക്ലാസ് കേട്ടിരിക്കുന്നതും ഞാനിവിടെ ക്ലാസ് എടുക്കുന്നതും. എന്തുകൊണ്ട്? നമുക്കെല്ലാം കോൺഷ്യസ്നെസ് ഉണ്ട്. വി ആർ ഓൾ അവെയർ ഓഫ് അവർ സറൗണ്ടിങ്സ്. നമ്മുടെ സറൗണ്ടിങ്സ്, നമ്മുടെ എൻവയോൺമെന്റ്, നമ്മൾ എവിടെയാണോ ആ എൻവയോൺമെന്റിൽ നിന്ന് നമുക്ക് പലതും നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കുന്നു. എങ്ങനെയാണ് നമ്മുടെ എൻവയോൺമെന്റിനെ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സിനെ നമുക്ക് സെൻസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നത്? എങ്ങനെയാണ് നിങ്ങൾ സെൻസ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ, അപ്പോൾ നിങ്ങൾ പറയും നിങ്ങൾക്ക് സെൻസ് ഓർഗൻസ് ഉണ്ട് എന്ന്. ശരിയാണ്, സെൻസ് ഓർഗൻസ് വഴിയാണ് നമ്മൾ എൻവയോൺമെന്റ് സെൻസ് ചെയ്യുന്നത്. നമുക്ക് 5 സെൻസ് ഓർഗൻസ് ആണുള്ളത്, അല്ലേ? Eyes, nose, tongue, ear, skin, all these are sense organs in our body. നമ്മുടെ സെൻസ് ഓർഗൻസ് അഥവാ ഈ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പല ആവേഗങ്ങളും സ്വീകരിക്കുന്നുണ്ട്, പല സ്റ്റിമുലസും നമ്മൾ സ്വീകരിക്കുന്നുണ്ട്, അല്ലേ? ലൈറ്റ്, സൗണ്ട്, ടേസ്റ്റ്, സ്മെൽ, ടച്ച്,
അങ്ങനെയുള്ള വ്യത്യസ്തമായ സ്റ്റിമുലസ് നമ്മൾ സ്വീകരിക്കുന്നു. നമ്മൾ സ്വീകരിക്കുന്നത് എന്താണ്? സ്റ്റിമുലസ്. അതിനനുസരിച്ച് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നു. നമ്മൾ കേൾക്കുന്നതിനനുസരിച്ച് നമ്മൾ എഴുതുന്നു. അതൊരു റെസ്പോൺസ് ആണ്. ശരിയല്ലേ? അപ്പോൾ ഏത് സ്റ്റിമുലസിനനുസരിച്ചും നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഒരു നല്ല രുചിയുള്ള ഭക്ഷണം, അതിന്റെ മണം നമ്മുടെ നാവിൻ തുമ്പിലോ അല്ലെങ്കിൽ നമ്മുടെ മൂക്കിനുള്ളിലൂടെയോ നമുക്ക് എത്തുമ്പോൾ നമുക്ക് സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്നു. നമുക്ക് ആ ഭക്ഷണം കഴിക്കുവാനുള്ള ആഗ്രഹം നമുക്ക് വർദ്ധിക്കുന്നു. തീർച്ചയായും അത് ഒരു റെസ്പോൺസ് അല്ലേ? യെസ്. അപ്പോൾ അവിടെ ആ സ്മെൽ എന്നുള്ളത് ഒരു സ്റ്റിമുലസ് ആണ്. നമ്മളിൽ ഉണ്ടായ സലൈവേഷൻ അതൊരു റെസ്പോൺസ് ആണ്. അതായത് we can respond to the stimuli. ഇത്തരത്തില് ഏത് സ്റ്റിമുലസിനോടനുസരിച്ചും നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതിന് എന്താ പേര് പറയുന്നത്? അതിനെയാണ് പറയുന്നത് കോൺഷ്യസ്നെസ്. അപ്പോൾ നമ്മുടെ സറൗണ്ടിങ്ങിലുള്ള, നമ്മുടെ എൻവയോൺമെന്റിലുള്ള ഓരോ സ്റ്റിമുലസിനനുസരിച്ചും നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് കോൺഷ്യസ്നെസ്. All living organisms, they have the ability of consciousness. Whether it is a plant or animal, ഒരു പ്ലാന്റ് ആയാലും ആനിമൽ ആയാലും, ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം ആയാൽ പോലും അവിടെ കോൺഷ്യസ്നെസ് ഉണ്ട്. ഒരു അമീബയ്ക്ക് പോലും അവിടെ കോൺഷ്യസ്നെസ് ഉണ്ട്. തീർച്ചയായും ഉണ്ട്. അമീബ എവിടെയാണോ ഫുഡ് മെറ്റീരിയൽ ഉള്ളത് അങ്ങോട്ടേക്ക് ആകർഷിക്കപ്പെടുന്നു. നിങ്ങൾ കേട്ട് കാണും സ്യൂഡോപോഡി ഉപയോഗിച്ച് അതിന്റെ ഭക്ഷണ രീതി. അപ്പോൾ തീർച്ചയായും കെമിക്കൽ സ്റ്റിമുലസ് ആണ് അവിടെ സ്വീകരിക്കുന്നത് അമീബയെ സംബന്ധിച്ച്. അപ്പോൾ എല്ലാ ജീവജാലങ്ങളും അങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഏകകോശ ജീവിയായാലും ബഹുകോശ ജീവിയായാലും, ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം ആയാലും മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആയാലും, ഒരു പ്ലാന്റ് ആയാലും ഒരു ആനിമൽ ആയാലും, അതുപോലെ തന്നെ ഒരു യൂക്യാരിയോട്ട് ആയാലും പ്രോക്യാരിയോട്ട് ആയാലും. എന്താണ് ഈ പ്രോക്യാരിയോട്ട് യൂക്യാരിയോട്ട് ഡിഫറൻസ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. പ്രോക്യാരിയോട്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ന്യൂക്ലിയസ് ഇല്ല. എന്നാൽ യൂക്യാരിയോട്ട് ആണെങ്കിലോ അവർക്കെല്ലാം ന്യൂക്ലിയസ് ഉണ്ട്, മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള സെൽ ഓർഗനൽസ് ഉണ്ട്. അപ്പോൾ ഏത് പ്രോക്യാരിയോട്ട് ആയാലും യൂക്യാരിയോട്ട് ആയാലും അവർക്കെല്ലാം ഏത് ജീവിക്കും, ഏത് ജീവനുള്ളവയ്ക്കും ഉള്ള ഒരു ക്യാരക്ടറാണ് കോൺഷ്യസ്നെസ്. പ്ലാന്റ്സ് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? നിങ്ങൾക്കറിയാം, പ്ലാന്റ്സ് ലൈറ്റിനനുസരിച്ച് അവരുടെ ഷൂട്ട് മുകളിലേക്കാണ് വളരുന്നത്, അല്ലെ? എവിടെയാണോ ലൈറ്റ് ഉള്ളത് അങ്ങോട്ടേക്ക് വളരുവാനായിട്ട് അതിന്റെ ചിലകളും അതിന്റെ ശാഖകളും എല്ലാം വെളിച്ചത്തിനനുസരിച്ച് വളർത്തുവാനായിട്ട് ഒരു പ്ലാന്റിന് സാധിക്കുന്നു. വേരുകളാണെങ്കിൽ ജലത്തിനനുസരിച്ച് താഴേക്ക് ഇറങ്ങുന്നു, അല്ലേ? അതായത് പോസിറ്റീവ്ലി ഫോട്ടോട്രോപിക് ആൻഡ് നെഗറ്റീവ്ലി ഫോട്ടോട്രോപിക് ആണ് അവരുടെ റൂട്ട്സ്. നിങ്ങൾ പഠിച്ചു കാണുമെന്ന് കരുതുന്നു. അതുപോലെ ജിയോട്രോപിക് മൂവ്മെന്റ്സ് ഉണ്ട്. അതായത് ഭൂഗുരുത്വാകർഷണത്തിനനുസരിച്ചും അവ മൂവ് ചെയ്യുന്നുണ്ട്. പോസിറ്റീവ്ലി ജിയോട്രോപിക് ആണ് റൂട്ട്സ്, എന്നാൽ നെഗറ്റീവ്ലി ജിയോട്രോപിക് ആണ് ഷൂട്ട്സ്. അതായത് ജിയോട്രോപിക് മൂവ്മെന്റ്സ്, ഗുരുത്വാകർഷണത്തിനനുസരിച്ചും പ്ലാന്റ്സ് അവയുടെ മൂവ്മെന്റ്സ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ജീവജാലങ്ങളും ഇത്തരത്തിൽ റെസ്പോണ്ട് ചെയ്യാൻ കഴിവുള്ളവയാണ്. ടേക്ക് ദ കേസ് ഓഫ് ബേർഡ്സ്. ബേർഡ്സ് നിങ്ങൾക്കറിയാം മൈഗ്രേറ്റ് ചെയ്യുന്നു, അല്ലേ? ഈ മൈഗ്രേഷൻ തന്നെ ഒരു തരത്തിൽ ഒരു സ്റ്റിമുലസിനനുസരിച്ചുള്ള റെസ്പോൺസ് ആണ്. അപ്പോൾ എല്ലാ ജീവജാലങ്ങൾക്കും കഴിയുന്ന ഒരു കാര്യമാണ് എന്ത്? കോൺഷ്യസ്നെസ്. അപ്പോൾ പ്ലാന്റ്സ് എന്തിനെല്ലാമാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? ദേ ക്യാൻ റെസ്പോണ്ട് ടു ഡിഫറെന്റ് ഫാക്ടേഴ്സ് ലൈക്ക് ലൈറ്റ്, വാട്ടർ, ടെമ്പറേച്ചർ, അതർ ഓർഗാനിസംസ് and also to the pollutants. Plants can respond. All organisms from prokaryotes to eukaryotes, from unicellular to multicellular, all are capable of consciousness. So what is consciousness? Consciousness is the ability to sense the environment or the surrounding and respond to these environmental stimuli. Ability to respond to the environmental stimuli, that is called consciousness. Is it clear? Now we can move to our next slide. Consciousness എന്നതിന് മനുഷ്യനെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കുള്ളത് സെൽഫ് കോൺഷ്യസ്നെസ് ആണ്. അതായത് ഒരു പടി കൂടെ മേലേക്ക് നമുക്ക് സെൽഫ് കോൺഷ്യസ്നെസ് ഉണ്ട്. എന്താണ് സെൽഫ് കോൺഷ്യസ്നെസ്? മറ്റു ജീവജാലങ്ങൾക്കൊന്നും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു ക്യാരക്ടറാണ് സെൽഫ് കോൺഷ്യസ്നെസ്. എന്താണത്? വി ആർ അവെയർ ഓഫ് അവർ സെൽഫ്. നമുക്ക് നമ്മൾ ആരെന്ന് ബോധമുണ്ട്. ഒരു ജീവിക്ക് അവൻ ആരെന്ന് ബോധമുണ്ടെങ്കിൽ അത് മനുഷ്യന് മാത്രമാണ്.
മനുഷ്യന് മാത്രമുള്ള ഒരു കഴിവാണ് സെൽഫ് കോൺഷ്യസ്നെസ്. വി ആർ അവെയർ ഓഫ് അവർ സെൽഫ്. സ്വയം ഒരു അവബോധം നമുക്കെല്ലാം ഉണ്ട് അല്ലെ? ഇത്തരത്തിലുള്ള ഒരു സ്വയം അവബോധത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൽഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളത് കോൺഷ്യസ്നെസ് ആണെങ്കിൽ മനുഷ്യനുള്ളത് അതിലും കവിഞ്ഞ് ഒരു സെൽഫ് കോൺഷ്യസ്നെസ് ആണ്. എന്താണ് സെൽഫ് കോൺഷ്യസ്നെസ്? വി ആർ അവെയർ ഓഫ് അവർ സെൽഫ്. സോ കോൺഷ്യസ്നെസ് ഈസ് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിംഗ് ഓർഗാനിസംസ്. എല്ലാ ജീവനുള്ളവയ്ക്കും പരിഗണിക്കാവുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് കോൺഷ്യസ്നെസ്. കോൺഷ്യസ്നെസ് ഇല്ല എന്ന് കരുതാം. ഏതെങ്കിലും ഒരു ജീവിക്ക് കോൺഷ്യസ്നെസ് ഇല്ലാത്ത ഒരു അവസ്ഥയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഓർഗാനിസം ഈസ് നോട്ട് ലിവിംഗ്. അപ്പോൾ നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കും എന്നോട്, എന്താണ്? ഈ ബെഡിൽ കിടക്കുന്ന ഈ പേഷ്യന്റ് കോമ പേഷ്യന്റ് ആണ്. ഈ കോമ പേഷ്യന്റ് കോൺഷ്യസ്നെസ് ഇല്ലല്ലോ. അപ്പോൾ എന്താണ് ഉത്തരമെന്ന് ഞാൻ പറയും. ഈ ബെഡിൽ കിടക്കുന്ന ഈ പേഷ്യന്റ് കോൺഷ്യസ്നെസ് ഇല്ല. എന്താണ് അതിന് കാരണം? This person has got a brain dead situation. ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിരിക്കുന്നു. കോമ പേഷ്യന്റിന് ബ്രെയിൻ ഡെത്ത് ആണ് സംഭവിച്ചിരിക്കുന്നത്. ബ്രെയിൻ ഡെത്ത് അത് ഒരു ക്ലിനിക്കൽ ഡെത്ത് ആണ്. നിങ്ങൾക്കറിയാം, ബയോളജിക്കൽ ഡെത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ സെൽസും ഡെഡ് കണ്ടീഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലേ? പക്ഷെ എപ്പോഴും ആദ്യം സംഭവിക്കുന്നത് ഒരു ക്ലിനിക്കൽ ഡെത്ത് ആണ്. അതായത് ഹാർട്ട് അല്ലെങ്കിൽ ബ്രെയിൻ ഇത്തരത്തിലുള്ള വൈറ്റൽ ഓർഗൻസ് അതിന്റെ ഫംഗ്ഷനിങ് സ്റ്റോപ്പ് ചെയ്താൽ നമ്മൾ പറയും ക്ലിനിക്കൽ ഡെത്ത് എന്ന്. ഈ കോമ പേഷ്യന്റ് അവിടെ ലൈഫ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഡിവൈസസ് വഴി കണക്റ്റഡ് ആണ്. ഹാർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെഷീനും അതുപോലെ തന്നെ ലങ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെഷീനും വെച്ച് അവിടെ കണക്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ ലൈഫ് സപ്പോർട്ടിംഗ് ഡിവൈസ് ഉള്ളത് കൊണ്ടാണ് അവിടെ അങ്ങനെ കിടക്കുന്നത്. യഥാർത്ഥത്തിൽ ബ്രെയിൻ ഡെഡ് സിറ്റുവേഷൻ ആണ് കോമ പേഷ്യന്റിനുള്ളത് എന്ന് തിരിച്ചറിയുക. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അതായത് കോമ പേഷ്യന്റ് ഈസ് എ ബ്രെയിൻ ഡെഡ് കണ്ടീഷൻ. കോമ സ്റ്റേറ്റ് ഈസ് എ ബ്രെയിൻ ഡെഡ് കണ്ടീഷൻ. ബ്രെയിൻ ഡെത്ത് എന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ ഡെത്ത് ആണ്. സോ വെൻ എ പേഴ്സൺ ഈസ് ഡെഡ് there is no consciousness. So consciousness will be there only when the person is living. ലിവിംഗ് കണ്ടീഷനിൽ മാത്രം എക്സിബിറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് കോൺഷ്യസ്നെസ് എന്ന് നിസ്സംശയം നമുക്ക് പറയുവാൻ സാധിക്കും. അപ്പോൾ കൺഫ്യൂസ്ഡ് ആകേണ്ട ആവശ്യമില്ല. കോമ പേഷ്യന്റ് ഈസ് ബ്രെയിൻ ഡെഡ്, ഹി ഈസ് നോ മോർ. സോ ക്ലിനിക്കലി ഡെഡ്, ദാറ്റ് ഈസ് വൈ there is no consciousness. Consciousness is therefore a defining character of living organisms without any exception. അപ്പോൾ ഇത്ര നേരം നമ്മൾ ജീവനുള്ളവയുടെ ക്യാരക്ടേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യായിരുന്നു. ഏതെല്ലാമായിരുന്നു? ഇന്നത്തെ ഈ പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്തത് ജീവനുള്ളവയുടെ ക്യാരക്ടേഴ്സ് ആണ്. പ്രധാനമായും ഗ്രോത്ത്, റിപ്രൊഡക്ഷൻ, മെറ്റബോളിസം, സെല്ലുലാർ ഓർഗനൈസേഷൻ ആൻഡ് ഓൾസോ കോൺഷ്യസ്നെസ്. ഡൈവേഴ്സിറ്റി ഓഫ് ലിവിംഗ് വേൾഡ് എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്തിലായിരിക്കും, ആ ഭാഗത്തെ കുറിച്ചായിരിക്കും നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. അടുത്ത ഒരു ലെസണിൽ നമുക്ക് കാണാം. അതുവരേക്കും ഇറ്റ്സ് ഗുഡ് ബൈ ഫ്രം സ്റ്റീഫൻ ക്ലാസസ്.